ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുമായി വന്ന വിവാദത്തിൽ ജമാഅത്ത് ഏത് മുസ്ലിം ലീഗ് ഏത് എന്നറിയാതെ ആരെങ്കിലും ന്യായീകരിച്ചു പോകുന്നുണ്ടെങ്കിൽ സൗഹൃദത്തിൻ്റെ സമയത്തും രാഷ്ട്രീയ സമരസങ്ങളുടെ സമയത്തും ഇത് പാടില്ല എന്ന് എന്നെ ഞാൻ അണികളോട് പറഞ്ഞത്. ഈ പ്രസംഗം പോലും എവിടെയെന്നറിയോ? പാർട്ടി അണികൾ മാത്രം ഇരിക്കുന്ന സാസിലാണ്. സ്വാഭാവികമായിട്ട് ലൈവ് കൊടുത്തിട്ട് പുറത്തു പോയതാണ്. ഞാൻ സംസാരിക്കുന്നത് അവരോടാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിയാതെ പോകരുത്. ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുള്ള പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമി IS സമീകരിക്കുന്നു ഒരു സമയത്ത്. ഇപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമി UDF വോട്ട് ചെയ്യാതെ വന്നാൽ വോട്ട് അവർ ചെയ്യുന്നോ ഇല്ല എന്നുള്ളതല്ല. അവർ UDF ഘടകകക്ഷി ആകുമ്പോഴാണ് നിങ്ങൾ ഞങ്ങളോട് ലീഗിനോട് ഇതെന്തേ എന്ന് ചോദിക്കേണ്ടത്. അവരുടെ വോട്ടുകൾ UDF അനുകൂലമായി വീഴുന്നു എന്നതിനെ ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന വോട്ടുകളെ അത് വേണ്ടെന്ന് പറയേണ്ട കാര്യം വേണ്ടെന്ന് പറയണ്ട. പക്ഷേ ലീഗിന്റെ വഴിയിൽ ജമാഅത്തെ ഇസ്ലാമി വരുന്നു, രാഷ്ട്രീയത്തിലേക്ക് അവർ വരുന്നത് നല്ല കാര്യം തീർച്ചയായിട്ടും എന്ന് പറയുന്നുണ്ട്. ലീഗിന്റെ വഴിയിലേക്ക് അവർ വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയാണ്, എന്റെ ലീഗാണ്, രണ്ടാണ്. അത് ഞാൻ ആദ്യം ഒരു കാലത്ത് ഒന്നാകാൻ പോകുന്നില്ല. അത് ആദ്യമേ ഞാൻ പറഞ്ഞു. ഐഡിയോളജിക്കലി ജമാഅത്തെ ഇസ്ലാമി എത്ര തന്നെ പറഞ്ഞാലും അങ്ങനെ തന്നെ ഡിഫറൻ്റാണ്. അത് IS തന്നെയാണ്. അങ്ങനെ തന്നെ ഡിഫറൻ്റാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു സമയത്ത് നടത്തുന്ന പ്രസംഗത്തിലെ ഒരു വാചകത്തെ വെച്ചിട്ട് എല്ലാ സമയത്തും പറയാൻ കഴിയില്ല. അതിൻ്റെ തീവ്രതയാണ് ഉദ്ദേശിച്ചത്. ജമാഅത്തെ ഇസ്ലാമി UDF ഘടകകക്ഷിയാണോ അസോസിയേറ്റ് മെമ്പറാണോ? രണ്ടുമല്ലല്ലോ. രണ്ടുമല്ലാത്ത സാഹചര്യത്തിൽ UDF രാഷ്ട്രീയമായി ശരിയാണ് എന്നവർ അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ UDF വോട്ട് ചെയ്യുന്നത്? അത് അവരുടെ കാര്യം. ഞാൻ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഇത്ര രൂക്ഷമായി വിമർശിച്ച KM ഷാജി അവർ നമ്മുടെ വഴിയിലേക്ക് വരികയാണ്, കൊള്ളാം, അവർ വരട്ടെ, നല്ല കാര്യം എന്ന മട്ടിൽ പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? മുസ്ലിം ലീഗ് ഞാൻ പറയാം, മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം, മതേതരത്വം, രാഷ്ട്രീയ ആശയങ്ങൾ, അതിലേക്ക് RSS വന്നാൽ നിങ്ങൾ ഒരു കാലത്തും ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറയണോ? അതേ അർത്ഥമാണ്. ജമാഅത്തെ ഇസ്ലാമി ലീഗിൻ്റെ വഴിയിലേക്ക് വന്നാൽ സ്വീകരിച്ചേ പറ്റൂ, കാരണം അവർ ലീഗിനെ അംഗീകരിക്കുകയാണ്. ഞാൻ താങ്കളുടെ ഈ സംഭാഷണത്തിൻ്റെ ക്യാപ്ഷൻ കൊടുക്കുകയാണ്, RSS നമ്മുടെ വഴിയിൽ വന്നാലും സ്വീകരിക്കും, അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഞാൻ പറയുന്നത് ലീഗ്, അതിന് മുമ്പ് ഞാൻ പറഞ്ഞ വാചകം കട്ട് ചെയ്യരുത്. ലീഗ് ഉയർത്തുന്ന ജനാധിപത്യം, ലീഗ് ഉയർത്തുന്ന മതേതരത്വം, ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ, ഇത് അംഗീകരിക്കാൻ ആര് വന്നാലും സ്വീകരിക്കാമല്ലോ.